ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു വോൾ ഡെക്കോറാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതും കാർഡ്ബോർഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ? അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, അത് ഫ്രെയിമിലെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. എന്നിട്ട് സ്കെയിൽ ഇങ്ങനെ ആ ഒരു ബ്രെത്ത് ഉണ്ടല്ലോ സ്കെയിലിൻ്റെ, ആ ഒരു ബ്രെത്തിൽ പുറത്തും ഒരു റെക്റ്റാങ്കിളും കൂടി വരച്ചെടുത്തു. എന്നിട്ട് അത് കട്ട് ചെയ്തു. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഒരു വാൾ ഹാങ്ങിങ്ങിൻ്റെ, അതേപോലെ തന്നെയാണ് ഇതും ചെയ്തെടുത്തത്. പക്ഷെ അത് സർക്കിളായിരുന്നു, ഇത് റെക്റ്റാങ്കിളാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫ്രെയിം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറം ഭാഗം വൈറ്റ് കളറായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലത്തെ ഒരു ഉണക്ക കൊമ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ട്രീമേന്നാണ് ഈ ഒരു ഉണക്ക കൊമ്പ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു കളറായിട്ട് വേണമെങ്കിൽ ഈ ഒരു കളറായിട്ട് തന്നെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കോ ഗ്രീനോ ഒക്കെ അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ലാസ്റ്റാണ് കളർ അടിക്കുന്നത്. അപ്പോൾ ഇതുമേൽ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറീസാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ചെറികളിങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തേക്കുന്നത് കോട്ടനാണ് കേട്ടോ. കോട്ടനാണ് നമ്മളുടെ മെയിൻ സംഭവം. പിന്നെ ഞാനൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കുഞ്ഞി കഷ്ണമായിട്ട് കട്ട് ചെയ്തു കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പറേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വെള്ളത്തിൽ കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്തിട്ട് ആ ഒരു വെള്ളം ഒന്ന് കലക്കിയിട്ട് ഫെവിക്കോൾ വാട്ടറും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ മെയിൻ താരമായ പഞ്ഞിയും കോട്ടൺ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. നമ്മൾ ഒരു കുഞ്ഞ് കഷ്ണം ആ ഒരു കോട്ടണിൽ നിന്ന് എടുക്കാം, എന്നിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഉണ്ട പോലെ ഇങ്ങനെ ആയിക്കിട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു കഷ്ണം ടിഷ്യൂ പേപ്പർ വെട്ടി വെച്ചേക്കുന്നതിന് ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് ഈ ഒരു കോട്ടൻ്റെ കഷ്ണം വെച്ചിട്ട് ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കുക കേട്ടോ. പിരിക്കുമ്പോൾ ഇതേപോലെ മുട്ടൊക്കെ പോലെ ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ഫെവിക്കോൾ വാട്ടർ ഇല്ലേ, ആ ഒരു ഫെവിക്കോൾ വാട്ടറിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് അതേ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ ഒട്ടിയിരുന്നോളും. പക്ഷെ ആ ഒരു എക്സ്റ്റെൻഡ് പാർട്ട് നമുക്ക് വേണ്ട. അതുകൊണ്ട് ആ ഒരു ഉണ്ടച്ചിരിക്കുന്ന ഭാഗത്തിൽ ഇതേപോലെ മുക്കണ്ട കേട്ടോ. കയ്യിലെടുത്തിട്ട് ആ ഒരു ഉണ്ട ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു എക്സ്റ്റെൻഡ് വരുന്ന പാർട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചാൽ ആ ഒരു നമ്മൾ മേലിലേക്ക് വെച്ചേക്കുന്ന ടിഷ്യൂ പേപ്പർ പോവാണ്ട് ആ ഒരു എക്സ്റ്റെൻഡ് പാർട്ട് പോയി കിട്ടും കേട്ടോ. പിന്നെ ഞാനിത് ഒട്ടിക്കുന്നത് ഫെവിക്കോള് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫെവിക്കോള് വെച്ചപ്പോൾ ഇങ്ങനെ ഒട്ടുന്നുണ്ടായില്ല കേട്ടോ, വിട്ടു പോരായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത് കൊമ്പുമ്പോൾ ഞാൻ കളർ അടിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഫെവിക്കോൾ കൊണ്ട് ഒട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ കൊമ്പുമ്പോൾ കളർ അടിച്ചിട്ടാണ് ഈ ഒരു ഇത് ഒട്ടിച്ചെടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു ഉണ്ടയ്ക്ക് നമ്മൾ കോട്ടൺ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഉണ്ടയില്ലേ, ആ ഒരു ഉണ്ടയ്ക്ക് റെഡ് കളറാണ് കൊടുത്തത് കേട്ടോ, ഇതേപോലെ. പിന്നെ ഞാൻ ആ ഫ്രെയിമിലേക്ക് ബ്ലാക്ക് കളറ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ഫ്രെയിമിൻ്റെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡിങ്സ് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാം, ലൈക്ക് ഷെൽസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, സ്റ്റോണൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. ബൈ ബൈ.